إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب. അറബിയിൽ ഡിന്നറിന് പറയുന്ന വാക്ക് അശാ എന്നാണ്. ഇശാ നിസ്കാരത്തിന്റെ മുമ്പ് പറ്റുമെങ്കിൽ അശാ കഴിക്കണമെന്നാണ്. നമ്മുടെ ഇസ്ലാമിക രീതി അങ്ങനെയാണ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, നമ്മുടെ ഔറാദുകളും ദിക്റുകളൊക്കെ കഴിഞ്ഞാൽ ഒരല്പസമയം കിട്ടുകയാണെങ്കിൽ അശാ ഭക്ഷണം, നമ്മുടെ രാത്രി ഭക്ഷണം കഴിക്കുക, എന്നിട്ട് ഇശാ നിസ്കരിക്കാൻ വേണ്ടി പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കരുതെന്നാണ്. പിന്നെ എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിച്ച് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവൂ. അങ്ങനെയാണ് നമ്മുടെ സംസ്കാരം പഠിപ്പിക്കുന്ന രീതി. അതാണ് നമ്മൾ 11, 12, 1 മണിക്കും നമ്മുടെ തട്ടുകടകളും നമ്മുടെ റോഡ് സൈഡിലുള്ള റെസ്റ്റോറന്റുകളും സജീവമാണ്. ആരോടെ പോയി കഴിക്കാന്നറിയോ? നമ്മുടെ ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്, അല്ലാത്തവരുടെ വരൂല. കാരണം സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഒരു ജീവിയും ഭക്ഷണം കഴിക്കുന്നില്ല. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ എത്ര പുല്ലും വൈക്കോലും ഇട്ടുകൊടുത്താലും അവ തിന്നൂല, നേരം വെളുക്കുന്നവരെ കാത്തിരിക്കും. രാത്രിയും അന്നം കഴിക്കുന്നത് മനുഷ്യർ മാത്രമാണ്. പക്ഷികൾ കഴിക്കൂല രാത്രിയിൽ. ജന്തുജാലങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്നില്ല. അവരാരും ഇരയെ തേടാൻ പോകുന്നില്ല. പകലിറങ്ങാൻ പറ്റാത്തവരെ രാത്രി ഇറങ്ങുക, അവർക്ക് പകൽ ഭക്ഷണം കിട്ടാത്തത് കൊണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ ആവേണ്ടത് ഈ പ്രകൃതിയുടെ ഈ രീതിയിലേക്ക് വരണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അശാ കഴിഞ്ഞാൽ പിന്നെ ഇശാ ഭക്ഷിക്കാൻ, ഇശാ നിസ്കാരത്തിന് പോവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഇൽമു പഠിക്കാനുണ്ടെങ്കിൽ ഇരിക്കാം. അവനവന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ നേരം കിട്ടാത്തവരാണ്, അവർക്ക് സംസാരിച്ചിരിക്കാം. ഒരു മസ്ലഹത്ത് നടക്കുകയാണ്, അതാവാം. ഇത് മൂന്നുമല്ലാതെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സമയം വേസ്റ്റാക്കാൻ പാടില്ല, പോയി കിടന്നുറങ്ങണമെന്നാണ്. നമ്മൾ അങ്ങനെയൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ പൊളിഞ്ഞു പോകും. നാട്ടിൽ എല്ലാം പൂട്ടേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് ആരോഗ്യം തരട്ടെ എന്ന് നമ്മൾ ആമീൻ പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഡയറ്ററി സിസ്റ്റം, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതി നമ്മൾ ശരിക്കൊന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പൊ വാഴ്ന്നു കഴിഞ്ഞ് പോയിട്ടും തിന്നാനിരിക്കേണ്ട, ഒരു വിധം അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ. ചിലങ്ങനെ വയറ് നിറയാതെ ഉറങ്ങാൻ പറ്റൂല. സാധാരണ ഭക്ഷണം കഴിച്ച് 3 മണിക്കൂർ പിന്നെ ഒന്നും തിന്നാതിരുന്നിട്ടാണ് ഉറങ്ങേണ്ടതെന്നാണ്. ഭക്ഷണം കഴിച്ച് നമ്മൾ അപ്പോഴേക്കും പോയി കിടന്നുറങ്ങാൻ. ഇനി ചില പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ അങ്ങനെ പറയും, എനിക്ക് ഉറക്കം മുറുകൂല വയറ് നിറയാതിരുന്ന. എത്ര വലിയ ഡേഞ്ചറാണ് സുബ്ഹാനല്ലാഹ് നമ്മുടെ ആ രീതി. ഭക്ഷണം കഴിച്ച് 3 മണിക്കൂറെങ്കിലും മിനിമം നടക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്ത് നമ്മുടെ വയറിനെ ദഹിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങാൻ പാടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ വാദിന്റെ ഭാഗമല്ല, എന്നാലും ഇന്ന് ഇതൊക്കെ പറഞ്ഞു തരേണ്ട കാലമാണ്. കാരണം നമ്മുടെ ശരീരം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ. കിഡ്നിയും ഹാർട്ടും നമ്മുടെ തലച്ചോറും നമ്മുടെ എല്ലാം, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് മുഴുവനും അപകടത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന്റെ രീതിയിൽ അടിയന്തരമായി ഭക്ഷണം കഴിക്കാത്ത ആളുകൾ കഴിക്കുന്നത് ഹെൽത്തി ഭക്ഷണമായിരിക്കുകയും അത് കൃത്യമായും നിബിധങ്ങൾ പറഞ്ഞ ആ രീതിയിലായിരിക്കുകയും ചെയ്താൽ ഒരു പരിധിയോളം ഒരുപാട് അസുഖങ്ങളെ പ്രതിരോധിക്കാൻ ഈ ഉമ്മത്തിന് കഴിയും. സുബഹി നിസ്കാരം കഴിഞ്ഞ് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും, ളുഹറോടുകൂടെ നമ്മുടെ ഉച്ചഭക്ഷണവും, അസറോടുകൂടെ നമ്മുടെ സ്നാക്കും, ഇശാഓടുകൂടെ നമ്മുടെ ഡിന്നറും കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് എന്തൊരു ഹെൽത്തി സമുദായമായിരിക്കും നമ്മൾ, എന്ത് ആരോഗ്യമുള്ളവരായിരിക്കും. പരിശുദ്ധ മദീനയിലേക്ക് റോമൻ രാജാവ് ഒരു ഡോക്ടർമാരുടെ സംഘത്തെ പറഞ്ഞയക്കുകയാണ്. മദീനയിൽ ആളുകൾക്ക് അസുഖമില്ലല്ലോ എന്ന് കണ്ടിട്ട് മുത്തുനബിയോട് വന്ന് ചോദിക്കുകയാണ്, എന്താണ് റസൂലേ നിങ്ങളുടെ മദീനയിൽ ഇത്രയും ആരോഗ്യമുള്ള ആളുകൾ ഉണ്ടാവാൻ കാരണം? നബിയുടെ മറുപടി, നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂഅ വഇദാ അകൽനാ ലം നശ്ബഅ. ഞങ്ങൾ വിശക്കുന്നവരെ തിന്നാത്തവരാണ്, വിശന്നാൽ മാത്രമേ ഞങ്ങൾ തിന്നുകയുള്ളൂ. നമ്മൾ അങ്ങനെയല്ല. ഒരു കല്യാണത്തിന് പോയി, അവിടുന്ന് ഭക്ഷണം, അടുത്ത കല്യാണത്തിന് പോയി ഭക്ഷണത്തിന്, എന്നാലും ഇരുന്ന് എണീക്കാം, ഒരു പ്ലേറ്റ് അവിടെ നിന്നും കഴിച്ചു. പിന്നെ ഒരു സൽക്കാരം, ഞാൻ 2 കല്യാണം കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ട് വീണ്ടും കഴിക്കും. സുബ്ഹാനല്ലാഹ്. നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നശ്ബഅ. വിശന്നിട്ടേ കഴിക്കാവുന്ന, വിശക്കുമ്പോഴേ ഭക്ഷണം കഴിക്കേണ്ടത്. അതും ഭക്ഷണത്തോട് നമ്മുടെ ആഗ്രഹം മതിയാവുന്നതിന്റെ മുമ്പ് നമ്മൾ നിർത്തിവെക്കണം എന്നാണ്. വഇദാ അകൽനാ ലം നശ്ബഅ. ഭക്ഷണം കഴിച്ചാലോ വയറ് നിറച്ച് കഴിക്കുകയുമില്ല. നമ്മൾ വിശക്കാതെ ഭക്ഷണം കഴിക്കരുത്, കഴിച്ചാലോ വയറ് നിറക്കാനും പാടില്ല. ഞങ്ങൾ അങ്ങനത്തെവരാണ്. ആര് പറഞ്ഞു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളതെന്ന് മാറ്റേണ്ടി വരും അല്ലേ? ഞങ്ങൾ ഭക്ഷണം വിശക്കാതെയും കഴിക്കും,
വിശക്കാതെ കഴിച്ചാൽ തന്നെ ഞങ്ങൾ വയറ് നിറച്ച് പിന്നെയും തിന്നും. സുബ്ഹാനല്ലാഹ്. പിന്നെ നമുക്ക് അസുഖം വരുന്നതിന് നമ്മളെ തന്നെ പഴിചാരിയാൽ മതിയെ. നമ്മൾ പച്ചക്കറിന്റെ കുഴപ്പം കൊണ്ടാണ് എല്ലാം വിശല്ലേ, വെറുതെ പറയണം. നമ്മൾ തിന്നുന്നതോ സുബ്ഹാനല്ലാഹ്. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.